24 ബിഗ് ബ്രേക്ക്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കാൻ CPIM. പ്ലീനമില്ല, വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കും. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം പ്ലീനം ചേർന്നേക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ വിപുലീകൃത സംസ്ഥാന സമിതി ചേരാനിരിക്കുന്നു. എപ്പോഴായിരിക്കും യോഗം, എവിടെയായിരിക്കും? കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? അമൃത, തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാനായി ചേർന്ന CPIMന്റെ 2 ദിവസത്തെ സംസ്ഥാന സമിതി അല്പം മുമ്പ് സമാപിച്ചു. ഈ സംസ്ഥാന സമിതിയിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം തിരുത്തൽ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുന്നതിനായി വിപുലീകൃത സംസ്ഥാന സമിതി വിളിക്കാനുള്ള തീരുമാനമാണ്. നേരത്തെ കേന്ദ്ര കമ്മിറ്റിയുടെ അടക്കം ചർച്ചയ്ക്ക് വന്നത് പ്രത്യേക പ്ലീനം വിളിക്കണമെന്നാണ്. ബംഗാളിൽ പ്രത്യേക പ്ലീനം വിളിക്കാനുള്ള തീരുമാനം ഇതിനകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം അത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിലും പ്ലീനം ചേരണം എന്ന ആവശ്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ പ്ലീനമല്ല, വിപുലീകൃത സംസ്ഥാന സമിതി എന്നതാണ് CPIM എടുത്തിരിക്കുന്ന തീരുമാനം. ഓഗസ്റ്റിൽ വിപുലീകൃത സംസ്ഥാന സമിതി വിളിച്ചു ചേർക്കാനുള്ള തീരുമാനമാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി, ഇപ്പോൾ പിരിഞ്ഞ സംസ്ഥാന സമിതി എടുത്തിരിക്കുന്ന തീരുമാനം. എന്നാൽ ഇതിൻ്റെ വേദി എവിടെയാണ് എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. അത് പിന്നീട് തീരുമാനിക്കും എന്നതാണ്. എന്നാൽ ഇതൊരു തിരുത്തൽ നടപടി തീരുമാനിക്കുന്ന ഒരു പ്രത്യേക യോഗം എന്നതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാന സമിതി കൈക്കൊണ്ട മറ്റു ചില സുപ്രധാന തീരുമാനങ്ങൾ കൂടിയുണ്ട്. അതും നമ്മൾ ഈ ഘട്ടത്തിൽ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. വർഗീയതയോട് സന്ധിയില്ലാത്ത സമീപനം സ്വീകരിക്കണം എന്നുള്ള തീരുമാനമാണ് CPIM തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ട് എടുത്തിരിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ തീരുമാനം. എന്നാൽ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും പുതുമയുണ്ടോ എന്ന് വേണമെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം. എന്നാൽ സമീപകാല CPIMന്റെ നയങ്ങൾ പരിശോധിക്കുമ്പോൾ വർഗീയതയോട് സന്ധിയില്ലാത്തൊരു സമീപനം സ്വീകരിച്ചോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന ഭാഗത്തിന് തീവ്രത പോരാ, അതിന് ശക്തി പോരാ എന്ന വിമർശനമാണ് CPIMന്റെ സംസ്ഥാന സമിതിയിൽ ഉണ്ടായത്. അങ്ങനെ CPIM സംസ്ഥാന സമിതി കുറച്ചുകൂടി ശക്തമായ വാചകം ആ കാര്യത്തിൽ ഈ റിപ്പോർട്ടിൽ എഴുതി ചേർക്കണമെന്ന കാര്യം CPIM സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ട് ക്രോഡീകരിച്ച് കൊണ്ടുവന്ന് സമർപ്പിച്ച റിപ്പോർട്ടിൽ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ കുറച്ചുകൂടി ശക്തമാക്കി, കർശനമാക്കി, രൂക്ഷമാക്കി എന്ന് പറയേണ്ടി വരും. വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ തിരുത്തുന്ന ഒരു ചർച്ചയും ഇടപെടലുമാണ് CPIM സംസ്ഥാന സമിതിയിൽ ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ആ വിവരം നമ്മൾ ഇപ്പോൾ ടിക്കറിലേക്ക് നൽകുന്നതേ ഉള്ളൂ. എങ്കിലും ആ വിവരം മനസ്സിലാക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ പ്രാധാന്യവും രാഷ്ട്രീയ പ്രാധാന്യവും അതുതന്നെയാണ്. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയണം, അക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഇളവും പാടില്ല എന്നതാണ് CPIMന്റെ സംസ്ഥാന സമിതിയുടെ തീരുമാനം. വെള്ളാപ്പള്ളിക്ക് തള്ളിപ്പറയുന്ന ഭാഗം CPIM സംസ്ഥാന സമിതി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, വർഗീയതയെ തള്ളിപ്പറയുമ്പോൾ ഏതെങ്കിലും ഒരു വർഗീയതയുടെ പ്രത്യേക മമത കാണിക്കുകയോ മറ്റൊരു വർഗീയതയെ രൂക്ഷമായി എതിർക്കുകയോ ചെയ്യുന്ന സമീപനം പാടില്ല. ആ സമീപനത്തിൽ ഒരേ തരത്തിലുള്ള അഴകുഴമ്പൻ സമീപനവും പാടില്ല എന്നതാണ് CPIM സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. അതും സ്റ്റേറ്റ് കമ്മിറ്റി സംസ്ഥാന സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ തിരുത്തിക്കൊണ്ടെടുത്ത ഒരു തീരുമാനമെന്ന് വേണം കരുതാൻ. ഈ കാര്യത്തിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളെ ഇപ്പോൾ മതേതര കക്ഷികളായി വിശേഷിപ്പിക്കുന്ന ഒരു രീതി കഴിഞ്ഞ കാലങ്ങളായി CPIM സ്വീകരിച്ചു പോന്നിരുന്നു. എന്നാൽ ലീഗ് ഈ മതേതര കക്ഷികൾ എന്നുള്ള അഭിമാനം കൊള്ളുമ്പോഴും അതിനിടയിൽ കൂടി തങ്ങളുടെ വർഗീയ അജണ്ടകൾ നടപ്പിലാക്കുന്ന വിമർശനം CPIMന്റെ സംസ്ഥാന സമിതിയിൽ വന്നു. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അടക്കം വർഗീയ സമീപനങ്ങളെ തുറന്നു കാട്ടണമെന്നുള്ള തീരുമാനം കൂടി ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം മറ്റു ചില തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ചാണ്. അതുമായി ബന്ധപ്പെട്ടും CPIMന്റെ സംസ്ഥാന സമിതിയിൽ രൂക്ഷമായ വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച റിപ്പോർട്ടിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന കാര്യം പരോക്ഷമായാണ് സൂചിപ്പിക്കുന്നത്. ഒരു വളച്ചുകെട്ടി പറയുന്ന ഒരു CPIMന്റെ സ്ഥിര സമീപനമാണ് ഉണ്ടായത്. എന്നാൽ ഈ 10 കൊല്ലത്തെ ഭരണത്തിൽ പാർട്ടി ജനങ്ങൾക്കൊപ്പമില്ല, സർക്കാർ ജനങ്ങൾക്കൊപ്പമില്ല എന്നൊരു വികാരം അണികൾക്കുണ്ടായിരുന്നു. അതാണ് വലിയ തോതിൽ സർക്കാരിനെതിരായ വികാരമായി പ്രതിഫലിച്ചത്. അപ്പോൾ അത് അതേപടി ഈ സംസ്ഥാന സമിതി അംഗീകരിക്കാൻ പോകുന്ന റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ തെറ്റുതിരുത്തൽ നടപടിയിലേക്ക് കടക്കുകയാണ് CPIM. വിപുലീകൃത സംസ്ഥാന സമിതി യോഗം വിളിക്കും. അത് എപ്പോഴായിരിക്കും എന്ന് തീരുമാനിച്ചിട്ടില്ല. ഓഗസ്റ്റിലായിരിക്കും, പക്ഷേ സ്ഥലം എവിടെയെന്ന് തീരുമാനിച്ചിട്ടില്ല. ഒപ്പം തന്നെ വർഗീയ വിരുദ്ധ നിലപാട് ശക്തമാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. വിവരങ്ങളാണ് ആർ ശ്രീജിത്ത് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.